സുഖാശിത നമ്മൾ പ്രീമിയം പെട്രോൾ ഒഴിക്കാനായിട്ട് പോകാനായിട്ട്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം നമ്മൾ നോർമൽ പെട്രോൾ ഒഴിച്ച് വണ്ടി എത്ര കിലോമീറ്റർ ഓടി എന്നുള്ള കാര്യം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം. സോ ഇപ്പോൾ നമ്മൾ ഒഴിക്കാൻ പോകുന്ന XP95 പ്രീമിയം പെട്രോളാണ്. അപ്പോൾ നമ്മളിത് വാങ്ങുന്ന വീഡിയോക്ക് കഴിഞ്ഞ നോർമൽ പെട്രോൾ മൈലേജ് ടെസ്റ്റിൽ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. സോ ഇത് വാങ്ങുന്നതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ആ വീഡിയോ ഒന്ന് കയറി നോക്കുക. സോ ഈ വീഡിയോ കാണുന്നവർ ആ വീഡിയോ കണ്ടില്ലെങ്കിൽ ദയവായി നമ്മുടെ ചാനൽ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യട്ടോ. അതിൽ എന്തായാലും ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നോർമൽ പെട്രോൾ ഒഴിച്ച് നമ്മുടെ ഡൊമിനാറിന് കിട്ടിയ മൈലേജ്. നമ്മൾ കുപ്പികളൊന്നും വഴി കളയാറില്ല കേട്ടോ, എല്ലാം ബാഗിൻ്റെ അകത്ത് തന്നെ സേഫാക്കി വയ്ക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോ എടുത്ത് കറക്റ്റ് പെട്രോൾ തീർന്നു നിന്ന സ്ഥലത്താണ് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നമുക്ക് കഴിഞ്ഞ നോർമൽ പെട്രോൾ ഒഴിച്ച് കിട്ടിയ മൈലേജ് എന്ന് വെച്ചാൽ. നമുക്കിനി എന്തായാലും ഇതൊരു ഫോട്ടോ എടുത്തിടാം കേട്ടോ. ട്രിപ്പ് 20 ആക്കാം. ഓക്കെ, ട്രിപ്പ് 20 ആക്കിയിട്ടുണ്ട് കേട്ടോ. ഓഡോമീറ്റർ 11,755 കിലോമീറ്ററാണ് കേട്ടോ ഓഡോമീറ്റർ. സോ നമുക്കിനി എന്തായാലും പ്രീമിയം പെട്രോളിൽ എത്ര കിലോമീറ്റർ ഓടും നോക്കാം കേട്ടോ. പിന്നെ പെട്രോൾ തീർന്നാൽ നമുക്ക് വണ്ടി ഒറ്റയടിക്ക് തന്നെ സ്റ്റാർട്ടാവും കേട്ടോ. അത് ഫ്യൂൽ ഇഞ്ചക്ഷൻ്റെ പ്രത്യേകതയാണെന്ന് തോന്നാം കേട്ടോ. പെട്രോൾ തീർന്നാലും നമുക്ക് പെട്രോൾ ഇറങ്ങാനുള്ള ടൈമൊന്നും വേണ്ട, വണ്ടി ഒറ്റയടിക്ക് തന്നെ സ്റ്റാർട്ടാവും. ഞാനിപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ നോക്കിയതിനറിയാം, ഞാൻ പെട്രോൾ തീർന്ന് നിന്നതാണ്. സോ അവിടെ നിന്ന് ഒറ്റയടിക്ക് തന്നെ വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട് കേട്ടോ. കാശ് പ്രീമിയം പെട്രോൾ ഒഴിച്ച് നമ്മളിപ്പം 7.2 കിലോമീറ്റർ പാസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. 7 കിലോമീറ്ററും 200 മീറ്റർ നമ്മൾ പാസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് നോർമൽ പെട്രോളിനേക്കാളും പ്രീമിയം പെട്രോൾ ഒഴിച്ചപ്പോൾ തോന്നിയ വ്യത്യാസമുണ്ട് കേട്ടോ. ത്രോട്ടൽ റെസ്പോൺസ് നല്ല മാരമായിട്ട് കൂടിയിട്ടുണ്ട്. മാരമായിട്ടെന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കണതനുസരിച്ച് ത്രോട്ടിൽ എടുക്കണുണ്ട് വണ്ടി മാരമായിട്ട്. അതായത് നല്ല രീതിക്ക് തന്നെ ത്രോട്ടിൽ റെസ്പോൺസ് കിട്ടണുണ്ട്. മറ്റേതുപോലെ ഒരു ലാഗ് നമുക്ക് ഫീൽ ചെയ്യില്ല കേട്ടോ. അത് ഞാൻ മുന്നേ നമ്മുടെ XP95 അടിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഈ വീഡിയോയിൽ വളരെയധികം ഡീറ്റെയിൽ ഒന്നും ഉൾപ്പെടുത്താത്തത് കേട്ടോ. സോ ഒരു ത്രോട്ടിൽ റെസ്പോൺസും നമ്മൾ കൊടുക്കുമ്പോൾ ഒരു ആക്ഷൻ നല്ല കിടിലായിട്ട് കിട്ടണുണ്ട് കേട്ടോ. അതായത് നമുക്ക് നല്ല കിടിലായിട്ട് RPM കട്ട് ചെയ്ത് ഓട്ടിക്കാനായിട്ട് തോന്നുന്നൊരു ഫീലുണ്ടല്ലോ, ആ ഒരു ഫീലാണ് കേട്ടോ നോർമൽ പെട്രോൾ അടിച്ചപ്പോൾ എനിക്ക് തോന്നിയത്. അതൊരു ഫീലാണോ എന്ന് എനിക്കറിയാൻ പാടില്ല, പക്ഷേ ആ ഒരു ആക്ഷൻ നല്ലതായിട്ട് കിട്ടണമുണ്ട്. എനിക്കത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. പ്രീമിയം പെട്രോൾ ഒഴിച്ചാലുള്ള ഗുണം അതാണ് കേട്ടോ. അതായത് മറ്റുള്ള നോർമൽ പെട്രോളിനേക്കാളും ഇനിഷ്യലും കുറച്ചുകൂടെ കൂടും, പിക്കപ്പ് കുറച്ചുകൂടെ കൂടും കേട്ടോ. അതായത് നമ്മൾ കൈ കൊടുക്കുമ്പോൾ തന്നെ വണ്ടി നല്ല ആക്ഷനിലും കയറി അങ്ങ് പോകും കേട്ടോ. മറ്റതുപോലെ ഒരു ടൈം എടുക്കില്ല, അതായത് ആലോചിക്കില്ല വണ്ടി, ഞാൻ കയറണോ വേണ്ടതെന്ന് ആലോചിക്കാതെ നമ്മൾ കൊടുക്കുന്നതനുസരിച്ച് അങ്ങ് കയറി അങ്ങ് പോകും കേട്ടോ. ഒരു സ്മൂത്ത് എൻജിൻ പോലെ അങ്ങ് കയറിപ്പോകും വണ്ടി. അതാണ് ഈ പ്രീമിയം പെട്രോൾ ഒഴിച്ച് ഓടിക്കുമ്പോൾ ഒരു ഗുണം. പക്ഷേ എനിക്ക് തോന്നുന്നില്ല മൈലേജ് ഒരുപക്ഷെ നോർമൽ പെട്രോളിനേക്കാളും കുറച്ചായിരിക്കും കിട്ടണം കേട്ടോ. പക്ഷേ ആ ഒരു ക്വാളിറ്റി നമുക്ക് കുറച്ച് കൂടുതൽ നല്ല ഫീൽ ചെയ്യും കേട്ടോ. പ്രീമിയം പെട്രോളിൻ്റെ ആ ഒരു പ്രീമിയം നമുക്കറിയാൻ പറ്റും കേട്ടോ. കണ്ട നല്ല മാരമായിട്ട് കയറാൻ പറ്റും കേട്ടോ. അതായത് ഈ റോഡ് പോലും നമുക്ക് നല്ല കിടിലനായിട്ട് അടിച്ചു പൊത്ത് പോകാനൊക്കെ തോന്നും കേട്ടോ. ഞാൻ അടിച്ചു പൊത്ത് പോകണമെന്നില്ല, നോർമലായിട്ടൊരു 4,500 5,000 RPM കീപ്പ് ചെയ്ത് തന്നെയാണ് പോകണം. പെട്രോളിൻ്റെ ആ ഒരു എഫിഷ്യൻസി നമുക്കറിയണം. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിലെന്ന് വെച്ചാൽ കറക്റ്റ് 4,500 5,000 RPM നിന്നാണ് പോയത് കേട്ടോ. ഓവറായിട്ട് സ്പീഡ് എടുക്കുകയോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഈ ഒരു വീഡിയോയിൽ ഞാൻ അത്യാവശ്യം സ്പീഡ് എടുത്തൊക്കെ ഓട്ടിക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു റൂട്ടൊക്കെ അത്യാവശ്യം സ്പീഡ് എടുത്ത് ഞാൻ ഓട്ടിക്കുന്നുണ്ട്. പിന്നെ കുറച്ചുകൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല തിരക്കാകും കേട്ടോ. ഇത് കഴിഞ്ഞ് നമുക്ക് ബൈപ്പാസ് കയറാനായിട്ട് പോകണതാണ്. അതുകൊണ്ട് ഈ റൂട്ട് നമുക്ക് മാക്സിമം നല്ലതായിട്ട് ഓട്ടിക്കണം. പിന്നെ ബൈപ്പാസിലേക്ക് കയറിയാൽ പിന്നെ ഫുൾ AI ക്യാമറയാണ്, നമുക്ക് കൈയെടുത്ത് ഓട്ടിക്കാൻ പറ്റൂല കേട്ടോ. പൊളക്കാൻ പറ്റുന്ന റോഡിൽ നമുക്ക് എടുത്തുകൊണ്ടിട്ട് പൊളക്കാൻ പറ്റൂല. പക്ഷേ ഈ റോഡ് നമുക്ക് അത്യാവശ്യം നല്ലതായിട്ട് സ്മൂത്തായിട്ട് കൈ കൊടുത്ത് ഓട്ടിക്കാം കേട്ടോ. പിന്നെ ഈ റോഡിലെന്ന് വെച്ചാൽ വളവും തിരിവൊക്കെ ഉണ്ട്, അത്യാവശ്യം നല്ല ബെഞ്ചൊക്കെ ഉള്ള റോഡാണ്. നോക്കി ഓട്ടിച്ചില്ലെങ്കിൽ പണിയും കിട്ടും കേട്ടോ. നമ്മളിപ്പോൾ 10.2 കിലോമീറ്റർ ആയിട്ടുണ്ട്. 10 കിലോമീറ്റർ പാസ് ചെയ്തിട്ടുണ്ട് കേട്ടോ പ്രീമിയം പെട്രോൾ അടിച്ചിട്ട്. നമുക്കിനി എന്തായാലും ഏതെങ്കിലും ഒരു ഇന്ത്യൻ ഓയിലിൻ്റെ പമ്പിൽ നിന്ന് പെട്രോൾ വാങ്ങണം, എങ്കിൽ മാത്രമേ നമുക്കിനി ഈ പെട്രോൾ തീർന്ന ആ പെട്രോൾ ഒഴിച്ച് നമുക്ക് വീട്ടിൽ പോകാൻ പറ്റുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ പെട്ടു.
എന്തായാലും നമ്മൾ വാങ്ങാൻ പോണത് പ്രീമിയം പെട്രോളാണ് കേട്ടോ. ഒരു കുപ്പിയിൽ പ്രീമിയം പെട്രോളാണ് നമ്മൾ വാങ്ങാൻ പോണത്. അറിയാൻ പാടില്ല പ്രീമിയം ആണോ നോർമലാണോ മൈലേജ് കൂടുതൽ കിട്ടുന്നത്. എന്തായാലും നമുക്ക് പ്രീമിയം പെട്രോൾ വാങ്ങാം കേട്ടോ. കാരണം ഈ ഒരു റെസ്പോൺസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. കേസ് നമ്മളങ്ങനെ അടുത്ത പെട്രോൾ വാങ്ങാൻ വേണ്ടി പമ്പിലെത്തിയിട്ടുണ്ട് കേട്ടോ. പ്രീമിയം പെട്രോളാണ് വാങ്ങണത്. എനിക്ക് അറിഞ്ഞൂടെ പ്രീമിയം ആണോ നോർമലാണോ കൂടുതൽ മൈലേജ് തരണമെന്ന്. നോർമൽ പെട്രോൾ എന്തായാലും 35.6 മൈലേജ് തരണുണ്ട് കേട്ടോ. 4 ലിറ്റർ സ്റ്റിൽ 17.8 കിലോമീറ്റർ ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ XP95 മൈലേജ് ടെസ്റ്റ് 17.8 കിലോമീറ്റർ ആയിട്ടുണ്ട്. 17 കിലോമീറ്ററും 800 മീറ്റർ ആയിട്ടുണ്ട് കേട്ടോ. ഒരു 35 കിട്ടുമായിരിക്കണം. കാരണം എല്ലാവരും പറയണത് പ്രീമിയം പെട്രോൾ കുറച്ചുകൂടെ മൈലേജ് കിട്ടുമെന്നാണ് കേട്ടോ. പക്ഷേ മൈലേജ് കിട്ടിയില്ലെങ്കിലും അത്യാവശ്യം നല്ല ത്രോട്ടിൽ റെസ്പോൺസ് കിട്ടണമുണ്ട് കേട്ടോ. ആ ഒരു ലാഗ് കുറയ്ക്കാനായിട്ട് ഇപ്പോൾ ഡൊമിനാറിൻ്റെ കാര്യമാണ് ഞാൻ പറയണം. ഡൊമിനാറിൻ്റെ ആ ഒരു ലാഗ് കുറയ്ക്കാനായിട്ട് പ്രീമിയം പെട്രോൾ യൂസ് ചെയ്താൽ മാത്രം മതി കേട്ടോ. 100% ഷുവർ. കാരണം ഞാൻ ഉപയോഗത്തിലൂടെ തെളിയിച്ച് കഴിഞ്ഞു. ഞാൻ മുന്നേ പ്രീമിയം പെട്രോൾ യൂസ് ചെയ്തിട്ടുണ്ട്, അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇതിൽ എനിക്ക് കുറച്ചുകൂടി നല്ലതായിട്ട് ഫീൽ ചെയ്ത് ഓട്ടിക്കാനായിട്ട് പറ്റും കേട്ടോ. ഫീൽ ചെയ്യാൻ പറ്റും കേട്ടോ ആ ഒരു കാര്യം. അത്യാവശ്യം അങ്ങനെ 20 കിലോമീറ്റർ ആയിട്ടുണ്ട് കേട്ടോ. പ്രീമിയം പെട്രോളിൽ 20 കിലോമീറ്റർ പാസ് ചെയ്തിട്ടുണ്ട്. 20.1 ആയിട്ടുണ്ട് കേട്ടോ. നമ്മളിതാ ബൈപ്പാസ് കയറാനായിട്ട് പോവുകയാണ്. ബൈപ്പാസ് കയറുമ്പോൾ ഇങ്ങനെ 25 കിലോമീറ്റർ ആവും കേട്ടോ. എത്ര കിട്ടുമെന്ന് എനിക്കൊരു പ്രതീക്ഷയില്ല. 35 പോകുമെന്ന് എനിക്ക് തോന്നണില്ല കേട്ടോ. നോർമൽ പെട്രോളാണെന്ന് തോന്നുന്നു മൈലേജിൽ നല്ലത്. പക്ഷേ കുറച്ചുകൂടെ ആക്ഷനിലും കുറച്ചുകൂടെ യൂസർ ഫ്രണ്ട്ലിയും കുറച്ചുകൂടെ നല്ലതായിട്ട് പെർഫോമൻസും കിട്ടണമെങ്കിൽ പ്രീമിയം പെട്രോളാണ് നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇതിൻ്റെ മൈലേജും കൂടെ നോക്കിയിട്ട് ഡിസൈഡ് ചെയ്യാം കേട്ടോ. ജസ്റ്റ് നമ്മളിപ്പോൾ ബൈപ്പാസിലാണ് ഉള്ളത് കേട്ടോ. 28.9 ആയിട്ടുണ്ട്. അതായത് 29 കിലോമീറ്റർ ആയിട്ടുണ്ട്. വണ്ടി മിസ്സിങ് അടിച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. മിസ്സിങ് എന്ന് വെച്ചാൽ ചില്ലറയൊന്നുമല്ല, അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ മിസ്സിങ് അടിച്ച് തുടങ്ങിയിട്ടുണ്ട്. അതായത് കൈ കൊടുക്കുമ്പോഴൊക്കെ വണ്ടി അങ്ങ് ഓഫായി അങ്ങ് പോവുകയാണ്. അതായത് നല്ല രീതിക്ക് മിസ്സിങ് അടിച്ച് തുടങ്ങിയിട്ടുണ്ട്. സോ പ്രീമിയം പെട്രോളിൽ മൈലേജ് കുറച്ചേ കിട്ടുള്ളൂ. 100% ഉറപ്പാണ് കേട്ടോ. ഏകദേശം നോർമൽ പെട്രോളിനെക്കാളും 5 കിലോമീറ്റർ വരെ മൈലേജ് കുറച്ചാണ് കിട്ടുന്നത്. ഇത് ഏകദേശം 30 കിലോമീറ്റർ വരെ, മാക്സിമം 30 കിലോമീറ്റർ തന്നെ പ്രീമിയം പെട്രോളിൽ കിട്ടാൻ പോണ മൈലേജ്. കാരണം എന്താ, നല്ല രീതിക്ക് മിസ്സിങ് അടിച്ച് തുടങ്ങിയിട്ടുണ്ട്. നല്ല രീതിക്ക് എന്ന് വെച്ചാൽ നല്ല രീതിക്ക് മിസ്സിങ് അടിച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഗായ്സ് അങ്ങനെ ബൈപ്പാസിൻ്റെ സൈഡിൽ പൊരി വെയിലത്ത് വെച്ച് വണ്ടിയുടെ പെട്രോൾ തീർന്നിട്ടുണ്ട് കേട്ടോ. ആൾമോസ്റ്റ് എല്ലാം നന്നായിട്ട് തീർന്നിട്ടുണ്ട്. ഇതാ നല്ലതായിട്ട് പെട്രോൾ തീർന്നിട്ടുണ്ട് കേട്ടോ. സോ നമുക്കെന്തായാലും ഇതിൻ്റെ ഒരു ഔട്ട്ഡ്രോയിലോട്ട് പോകാം കേട്ടോ. നമ്മുടെ നോർമൽ പെട്രോൾ അടിച്ചപ്പോൾ നമ്മളെ വണ്ടി കിട്ടിയ മൈലേജ് എന്ന് വെച്ചാൽ 35 പക്ഷേ പ്രീമിയം പെട്രോൾ XP95 ആണ് കേട്ടോ അടിച്ചപ്പോൾ നമ്മളെ വണ്ടി കിട്ടിയ മൈലേജ് എന്ന് വെച്ചാൽ 32.0 ആണ് കേട്ടോ. 32.0, അതായത് കറക്റ്റ് 32 കിലോമീറ്ററാണ് നമ്മളെ വണ്ടി കിട്ടിയ മൈലേജ്. കറക്റ്റ് 32 കിലോമീറ്റർ കേട്ടോ. വേറെ ഒരു വ്യത്യാസ കാര്യങ്ങളൊന്നുമില്ല. കറക്റ്റ് 32 കിലോമീറ്ററാണ് നമ്മളെ വണ്ടി കിട്ടിയ മൈലേജ്. ഞാനെന്തായാലും ഫോട്ടോ ഈ സൈഡിൽ എവിടെയെങ്കിലും കൊടുത്തിട്ട് നമ്മളെ വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോൾ 0 വെച്ച് സ്റ്റാർട്ട് ചെയ്ത് ട്രിപ്പ് 2 ആയിട്ടാണ് വന്നത്. 32 കിലോമീറ്ററാണ് നമ്മളെ വണ്ടി കിട്ടിയ മൈലേജ് കേട്ടോ. ഓഡോമീറ്റർ 11,787 ആയിട്ടുണ്ട്. സോ ഗൈസ് കുറച്ചുകൂടി പെർഫോമൻസ് വൈസ് കുറച്ചുകൂടി ഇമ്പ്രൂവ്മെൻറ്റ് വേണം. ഒരു ലാഗൊന്നും ഇല്ലാതെ പോകണമെന്നുള്ളവർ മാത്രം പ്രീമിയം പെട്രോൾ ട്രൈ ചെയ്യുക കേട്ടോ. അല്ലെങ്കിൽ മൈലേജ് ആണ് നോക്കുന്നതെങ്കിൽ കുറച്ചുകൂടി നല്ലത് നോർമൽ പെട്രോളാണ്. ബിക്കോസ് നോർമൽ പെട്രോള് 35.6 ഏകദേശം 36-37 വരെ പോകും കേട്ടോ. അത് 36 കിലോമീറ്റർ പെർ ലിറ്റർ മൈലേജ് തരണമുണ്ട്. പക്ഷേ പ്രീമിയം പെട്രോൾ ആണെങ്കിൽ 32 കേട്ടോ കിട്ടണം. കറക്റ്റ് 32 കിട്ടണം. എന്തുകൊണ്ട് നല്ലത് നോർമൽ പെട്രോൾ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ മൈലേജ് വൈസ്. സോ ഗൈസ് നമ്മുടെ XP95 അടിച്ച് വണ്ടിയുടെ മൈലേജ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മൾ വണ്ടി മൈലേജ് നോക്കി പെട്രോൾ തീർന്നിരുന്നത് കറക്റ്റ് ഈ ഹൈവേയുടെ മുകളിൽ വെച്ചാണ് കേട്ടോ. സോ നമ്മൾ ഹൈവേയുടെ താഴെ ഒരു കാമായിട്ടുള്ള പ്ലേസിൽ വന്നിട്ടുണ്ട്. സോ ഗൈസ് നമ്മുടെ വണ്ടിയിൽ നോർമൽ പെട്രോളാണോ XP95 ആണോ കൂടുതൽ പെർഫോമൻസും മൈലേജും തരുന്നത് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാം കേട്ടോ. പെർഫോമൻസ് വൈസ് നമുക്ക് കുറച്ചുകൂടെ പെർഫോമൻസ് കിട്ടുന്നത് XP95 പക്ഷേ നോർമൽ പെട്രോളാണ് നമുക്ക് കുറച്ചുകൂടി മൈലേജ് കിട്ടുന്നത് കേട്ടോ. സോ നമുക്ക് ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്ത വീഡിയോ
നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കാണാം നമുക്ക് കുറച്ചുകൂടി മൈലേജും കാര്യങ്ങളും കൂടുതൽ കിട്ടുന്നത് നമ്മുടെ നോർമൽ പെട്രോളാണ്. പക്ഷേ XP95 അടിച്ചപ്പോൾ നമുക്ക് ത്രോട്ടിൽ റെസ്പോൺസും കാര്യങ്ങളൊക്കെ കൂടുതൽ കിട്ടിയെങ്കിലും ഒരു ലാഗും കാര്യങ്ങളില്ല. നമുക്ക് ഹൈവേ ആയാലും നോർമൽ റോഡായാലും നമുക്ക് ക്രൂസ് ചെയ്ത് കയറാനൊക്കെ പറ്റി. പക്ഷേ കുറച്ചുകൂടി മൈലേജ് എഫിഷ്യൻ്റായിട്ട് എനിക്ക് തോന്നുന്നത് നോർമൽ പെട്രോൾ തന്നെയാണ്. കാരണം നോർമൽ പെട്രോളിൽ 35.6 പ്രീമിയം പെട്രോളിൽ നമുക്ക് 32 കിട്ടിയത്. 32 കറക്റ്റ് കിട്ടിയില്ല. കാരണം വണ്ടി നല്ല ലാഗ് അടിച്ച് ഇടയ്ക്ക് വെച്ചൊക്കെ ഓഫായി. പിന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ സ്റ്റാർട്ടായാണ് കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് വന്നത്. ഒരു 32 എന്നാലും ഇവിടെ 32 നമുക്ക് കിട്ടിയത്. പക്ഷേ പ്രീമിയം പെട്രോൾ ഞാൻ പറഞ്ഞാൽ തന്നെ നമുക്ക് ആ ലാഗും കാര്യങ്ങളൊക്കെ കുറയ്ക്കാനായിട്ട് പ്രീമിയം പെട്രോളിനെ കൊണ്ട് പറ്റിയിട്ടുണ്ട് കേട്ടോ. സോ ഗൈസ്, നിങ്ങൾ എന്നെ ഡിസൈഡ് ചെയ്തോ നിങ്ങളുടെ വണ്ടിയിൽ പ്രീമിയം പെട്രോൾ അടിക്കണോ നോർമൽ പെട്രോൾ അടിക്കണോ എന്നുള്ള കാര്യം നിങ്ങൾ തന്നെ ഡിസൈഡ് ചെയ്തോ കേട്ടോ. സോ ഗൈസ്, ഇന്ന് ഇത്രയ്ക്കുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമ്മുടെ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ ജസ്റ്റ് ആ വീഡിയോ കൂടെ കയറി വിസിറ്റ് ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ കയറി നമ്മുടെ വീഡിയോയ്ക്ക് കണ്ടന്റ് സജഷൻസ് കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനായിട്ട് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പ് ഗ്രൂപ്പും ഇൻസ്റ്റാ പേജും നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ ഗൈസ്, ഇത്രയ്ക്കുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ ബൈ.